ആഴ്സണലിന്റെ മിഡ്ഫീൽഡിൽ മാർട്ടിൻ ഒഡിഗാർഡ് എന്നൊരു പ്ലെയറിന്റെ ഒരു ഇമ്പാക്ട് എത്രത്തോളം ഉണ്ടെന്ന് കാണിച്ചു തന്ന മത്സരമായിരുന്നു ഇന്നലെ നടന്ന ആഴ്സണൽ അറ്റ്ലാന്റ മത്സരം. മത്സരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് ടീമുകളും ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ നല്ലപോലെ ബുദ്ധിമുട്ടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇപ്പൊ ഫസ്റ്റ് ഹാഫ് തന്നെ നോക്കിയാൽ ഒരു ആഴ്സണലിന്റെ ഒരു മികച്ച ചാൻസ് ഏതെന്ന് ചോദിച്ചാൽ എന്റെ മനസ്സിൽ ആദ്യം വരുന്നത് ബക്കയ സാക്കയുടെ ഒരു ഫ്രീ കിക്ക് ആയിരുന്നു. ബോക്സിന്റെ തൊട്ട് വെളിയിൽ നിന്ന് സാക്കി എടുത്ത ഒരു ഫ്രീ കിക്ക്. അതല്ലാതെ മറ്റൊരു വലിയ ചാൻസ് ഏതാണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വേറൊരു ചാൻസും വരുന്നില്ല. പിന്നെ മാർട്ടിനെല്ലിക്ക് ഒരു ചാൻസ് കിട്ടിയായിരുന്നു, പക്ഷെ അത് ഓൺ ടാർഗറ്റ് പോലും അല്ലായിരുന്നു. ഇതുപോലെ തന്നെയായിരുന്നു അറ്റ്ലാന്റയുടെ അവസ്ഥയും. കാര്യമായി ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്യാതെയായിരുന്നു അവർ ഫസ്റ്റ് ഹാഫ് പോയത്. ഇവിടെയാണ് നമ്മൾ മാർട്ടിൻ ഒഡിഗാർഡ് എന്നൊരു പ്ലെയറിന്റെ ഒരു വിഷനും ക്രിയേറ്റിവിറ്റി ആഴ്സണൽ മിസ് ചെയ്യുന്നത് നമ്മൾ കണ്ടത്. ഫസ്റ്റ് ഹാഫ് അങ്ങനെ ഒരു വലിയൊരു മൊമെന്റ് ഒന്നും ഇല്ലാതെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഗെയിം പ്ലേ ആയിരുന്നു കണ്ടത്. ഫസ്റ്റ് ഹാഫിന് ശേഷം സെക്കൻഡ് ഹാഫിൽ വന്നപ്പോൾ ഒരു ചെറിയൊരു ടേണിംഗ് പോയിന്റ് അവിടെ വന്നു. 51-ാം മിനിറ്റിൽ അറ്റ്ലാന്റ പ്ലെയറിന്റെ തോമസ് പാർട്ടി ബോക്സിൽ നിന്ന് ഫൗൾ ചെയ്തതിന് അറ്റ്ലാന്റയ്ക്ക് പെനാൽറ്റി ലഭിക്കുകയുണ്ടായി. ഈ പെനാൽറ്റി എടുത്ത് അറ്റ്ലാന്റ പ്ലെയർ റെറ്റിക്ക് ഗോൾ കീപ്പറുടെ റൈറ്റിലേക്ക് ഷോട്ട് അടിച്ചെങ്കിലും ഒരു സൂപ്പർ സേവിലൂടെ ഡേവിഡ് റായ അത് സേവ് ചെയ്യുന്നതായിരുന്നു. സേവ് ചെയ്തിട്ടും ബോൾ തിരിച്ച് നേരെ വന്നത് പെനാൽറ്റി ടേക്കറിന്റെ മുന്നിൽ തന്നെയായിരുന്നു. പെനാൽറ്റി ടേക്കർ ഒരു ഹെഡറിലൂടെ വീണ്ടും റീബൗണ്ട് അടിച്ചെങ്കിലും ഒരു കിടിലൻ റിഫ്ലക്സ് സേവ്, അതായത് പെനാൽറ്റി സേവ് ചെയ്തിട്ട് ഡേവിഡ് റായ എണീച്ച് വന്ന് വീണ്ടും ഒരു റിഫ്ലക്സ് സേവ് നടത്തി ആഴ്സണലിനെ 0-0 എന്ന സ്കോർ ലൈനിലേക്ക് വീണ്ടും എത്തിക്കുകയായിരുന്നു ഡേവിഡ് റായ. എന്റെ ഒരു അഭിപ്രായത്തിൽ ഇന്നലത്തെ മാൻ ഓഫ് ദ മാച്ച് ഡേവിഡ് റായ തന്നെയായിരുന്നു. ഒഫീഷ്യൽ മാൻ ഓഫ് ദ മാച്ച് ആരാണെന്ന് അറിയില്ല. എന്റെ ഒരു അഭിപ്രായത്തിൽ മാൻ ഓഫ് ദ മാച്ച് ഡേവിഡ് റായ ആയിരുന്നു. ഈ ഒരു മൊമെന്റ് ആയിരുന്നു ആഴ്സണലിന് ഈ ഒരു പോയിന്റ് ഈ ഒരു UCL ആദ്യത്തെ മത്സരത്തിൽ ഒരു പോയിന്റ് കൊടുക്കാൻ കാരണമായിരുന്നു. മത്സരത്തിൽ പിന്നെ ആദ്യ പകുതി പോലെ തന്നെ രണ്ടാം പകുതിയിലും രണ്ട് ടീമുകളും ചാൻസുകളൊന്നും അധികം ക്രിയേറ്റ് ചെയ്തില്ല. അറ്റ്ലാന്റ കൊഡ്രാഡോയെ ഇറക്കിയെങ്കിലും കൊഡ്രാഡോ രണ്ട് ഷോട്ട് ബോക്സിന്റെ വെളിയിൽ നിന്നുള്ള രണ്ട് ഷോട്ട് ഓൺ ടാർഗറ്റ് അല്ല, ക്രോസിന്റെ ബാറിന്റെ മുകളിലേ പോയി, പോസ്റ്റിന്റെ സൈഡിലേക്കൂടെ പോയി. അങ്ങനെയുള്ള ഒരു രണ്ട് ഷോട്ട് കൊഡ്രാഡോയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നല്ലാതെ കാര്യമായി അറ്റ്ലാന്റയുടെ ഭാഗത്തു നിന്നും ഒരു അറ്റാക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെയായിരുന്നു ആഴ്സണൽ. നല്ലൊരു ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ സെക്കൻഡ് ഹാഫിൽ അവർ ബുദ്ധിമുട്ടുന്ന ഒരു കാഴ്ചയായിരുന്നു. അങ്ങനെ മത്സരം 0-0 അവസാനിക്കുകയായിരുന്നു. നമ്മൾ മാർട്ടിൻ ഒഡിഗാർഡ് എന്ന പ്ലെയറിന്റെ ആ ഒരു ക്രിയേറ്റീവ് വിഷൻ നല്ലപോലെ മിസ് ചെയ്ത മത്സരമായിരുന്നു. പുള്ളിക്കാരൻ ഇഞ്ചുറി ആയിട്ട് ഇന്നലത്തെ കളിയിൽ കളിച്ചില്ല. അതുപോലെ തന്നെ ആഴ്സണലിന്റെ പുതിയ സൈനിങ് ആയ മൈക്കൽ മറീനോയും കളിക്കാൻ പറ്റിയില്ല. ഒരു പുതിയ സൈനിങ് ആയ കലഫിയോറി ബെഞ്ചിലായിരുന്നു ആഴ്സണലിന്റെ. ഇനി നമ്മൾ മറ്റൊരു കളിയിലേക്ക് വരികയാണെങ്കിൽ ബാഴ്സലോണയുടെ മത്സരം. ബാഴ്സലോണ 2-1 മൊണാക്കോയോട് തോൽക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടത്. 10-ാം മിനിറ്റിൽ ബാഴ്സലോണയുടെ എറിക് ഗാർഷ്യ റെഡ് കാർഡ് കണ്ട് പുറത്തായി. അത് പലരും ടെർ സ്റ്റെഗന്റെ മിസ്റ്റേക്ക് ആണെന്ന് പറയുന്നുണ്ട്. അത് ഒരു മിസ്റ്റേക്ക് തന്നെയായിരുന്നു. സത്യം പറഞ്ഞ ടെർ സ്റ്റെഗന്റെ മിസ്റ്റേക്ക് തന്നെയായിരുന്നു. ഒരു പ്രസ് വരുന്നു എന്ന് കണ്ടിട്ടും എറിക് ഗാർഷ്യക്ക് ആ ഒരു ബോൾ കൊടുത്തത് ടെർ സ്റ്റെഗന്റെ ഭാഗത്തു നിന്ന് ഒരു മിസ്റ്റേക്ക് ആയി. എറിക് ഗാർഷ്യക്ക് ആ പ്രസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല. എന്നിട്ട് ഒരു ക്ലിയർ ഗോൾ സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റി ഫൗൾ ചെയ്തതിന് എറിക് ഗാർഷ്യക്ക് 10-ാം മിനിറ്റിൽ റെഡ് കാർഡ് കിട്ടിയായിരുന്നു. നമുക്കറിയാം, ഒരു മത്സരത്തിന് റെഡ് കാർഡ് കിട്ടിയ, അതും 80ഓളം മിനിറ്റുകൾ ബാക്കി നിൽക്കെ റെഡ് കാർഡ് കിട്ടിയ എത്രത്തോളം ഡിഫിക്കൽട്ട് ആണ് ഒരു ടീമിന് എന്ന് നമുക്ക് അറിയാം. അതുപോലെ തന്നെയായിരുന്നു കളിയുടെ പോക്ക്. 16-ാം മിനിറ്റിൽ മൊണാക്കോ ഒരു ഗോൾ അടിച്ച് ലീഡ് എടുക്കുകയായിരുന്നു. അവിടെയും ടെർ സ്റ്റെഗന് എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു. പുള്ളിക്കാരൻ അവിടെ ഒരു സേവ് പോലും ചെയ്യാനുള്ള ഒരു ശ്രമം നമ്മൾ കണ്ടില്ല. അങ്ങനെയായിരുന്നു 1-0 ലീഡ് എടുത്തു. പക്ഷെ ലമീൻ യമാലിന്റെ ഒരു കിടിലൻ ഗോളിലൂടെ ബാഴ്സലോണ മത്സരത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. 1-1 29-ാം മിനിറ്റിൽ ലമീൻ യമാലിന്റെ ഒരു കിടിലൻ ലെഫ്റ്റ് ഫുട്ടഡ് ഗോളാണ് നമ്മൾ കണ്ടത്. ആ ഗോൾ വന്നതിന് ശേഷം ഒരു 2 മിനിറ്റ് അപ്പുറം തന്നെ ബാഴ്സലോണക്ക് ലീഡ് എടുക്കാനുള്ള ഒരു സുവർണ അവസരം അത് അവർക്ക് മുതലാക്കാൻ പറ്റിയില്ല. അങ്ങനെ മത്സരം 1-1 അവസാനിച്ചു. ഹാഫ് ടൈമിന് മുന്നേ സെക്കൻഡ് ഹാഫിലായിരുന്നു മൊണാക്കോയുടെ രണ്ടാമത്തെ ഗോൾ വന്നത്. 70-ാം മിനിറ്റിൽ മൊണാക്കോ രണ്ടാമത്തെ ഗോൾ നേടി മത്സരം 2-1 ജയിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ കണ്ടത്. ഇതായിരുന്നു ഇന്നലെ ബാഴ്സലോണ മൊണാക്കോ മത്സരത്തിൽ നടന്നത്. 80 മിനിറ്റോളം റെഡ് കാർഡുമായി കളിച്ച ബാഴ്സലോണക്ക് വളരെ ഡിഫിക്കൽട്ട് ആയിരുന്നു ഇന്നലെ ആ ഒരു ഗെയിം ഹാൻഡിൽ ചെയ്യാൻ. അതുപോലെ ലെവർകൂസന്റെ മത്സരത്തിൽ ലെവർകൂസൻ 4-0 ജയിച്ചു. 4 ഗോളുകൾ വന്നത് ഫസ്റ്റ് ഹാഫിലായിരുന്നു. അങ്ങനെ ലെവർകൂസൻ അവരുടെ ആദ്യത്തെ UCL മത്സരം 3 പോയിന്റ് നേടി തന്നെ അവസാനിക്കുന്ന കാഴ്ചയാണ് കണ്ടത്.